നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീന റൗണ്ട് ഓഫ് 16 ഈജിപ്തിനെ നേരിടുകയാണ്. ചൊവ്വാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9:30 ആ കളി. അപ്പോൾ ആ കളിക്ക് മുന്നോടിയായിട്ടുള്ള അവരുടെ അവസാന വട്ട ഒരുക്കങ്ങളിലൂടെയാണ് ടീം കടന്നു പോകുന്നത്. ഇന്നിപ്പോൾ ടീം അറ്റ്ലാന്റയിലേക്ക് ട്രാവൽ ചെയ്യും. കേപ്പ് വെർദെക്കെതിരെയുള്ള മത്സരത്തിൽ ശരിക്കും കേപ്പ് വെർദെ അർജൻറ്റീനയെ വിറപ്പിച്ചു. അത് സ്കലോനി കളിക്ക് ശേഷം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ ഇത് നല്ലതാണ്. എവിടേക്കാണ് പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള ഒരവസരമാണ് കൈവന്നിരിക്കുന്നത് എന്ന തരത്തിലാണ് സ്കലോനി ഇപ്പോൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ടീമിൽ അഴിച്ചുപണികൾക്ക് അദ്ദേഹം തയ്യാറാകുന്നു. ചില മാറ്റങ്ങൾ ഈജിപ്തിനെതിരെ ഉണ്ടാകുമെന്ന് TYC സ്പോർട്സ് കൺഫേം ചെയ്തു പറയുന്നു. ഗാസ്നഡൂലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തറിൽ നമ്മൾ കണ്ടതാണ്, ഓരോ കളികൾ മുന്നോട്ട് പോകുമ്പോഴും ക്രൂഷ്യൽ ടൈമിൽ സ്കലോനി ടീമിൽ മാറ്റം വരുത്തിക്കൊണ്ടിരുന്നത്. അത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു. ഏതാണ്ട് അതുപോലെ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ഇപ്പോൾ സ്കലോനി ചിന്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ടിൽ നമ്മൾ അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് പോവുകയാണ്. പ്രധാനമായിട്ടും സ്കലോനി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ചില ഏരിയകളുണ്ട്. ഒന്ന് ലെഫ്റ്റ് ബാക്ക് പൊസിഷനാണ്. അവിടെ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫെക്കുണ്ടോ മെദീന ആദ്യം അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ നന്നായി കളിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ കളി അത്ര മികച്ചതായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. സോ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ തന്നെ ആ ഒരു പ്ലേസിലേക്ക് തിരികെ എത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ടാഗ്ലിയാഫിക്കോ ഫുള്ളി റിക്കവേർഡാണ്, കളിക്കാൻ പൂർണ്ണമായിട്ടും അദ്ദേഹം റെഡിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തിരികെ അവിടെ കൊണ്ടുവരാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് മുന്നേറ്റത്തിൽ ലിയോ മെസ്സിക്കൊപ്പം ആര് എന്നുള്ളതാണ്. ലൗട്രോ മാർട്ടിനസ്, ഹുലിയൻ ആൽവാരസ്. അപ്പോൾ ലൗട്രോക്കായിരുന്നു കളിയുടെ ആദ്യഘട്ടങ്ങളിൽ, അതായത് വേൾഡ് കപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഒരു പ്രിഫറൻസ് കൊടുത്തിരുന്നത്. അതിൻ്റെ കാരണം ഹുലിയൻ ആൽവാരസിന് പരിക്കിൻ്റെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ റൗണ്ട് ഓഫ് 32 അടക്കം ലൗട്രോക്ക് വേണ്ട വിധത്തിലുള്ളൊരു പെർഫോമൻസ് നടത്താൻ പറ്റിയിട്ടില്ല. ഹുലിയനും അത്ര മികച്ചതല്ല. എന്നാൽ പോലും ആ ഒരു പൊസിഷനിൽ സ്റ്റാർട്ടിംഗ് സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുന്നു. ഒരു പക്ഷേ ഹൂലിയനെ സ്റ്റാർട്ട് ചെയ്യിച്ചേക്കും എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ TYC സ്പോർട്സ് പോകുന്നത്. അതല്ലെങ്കിൽ സ്കലോനി ആയതുകൊണ്ട് എന്ത് ഫൈനൽ ഡിസിഷൻ എടുക്കുമെന്ന് പറയാനും കഴിയില്ല. പിന്നെ ഇപ്പോൾ ഒരു അവൈലബിൾ എന്ന് പറയുന്നത് ഹോസെ മാനുവൽ ലോപ്പസ് മാത്രമാണ്. അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ മിക്കവാറും ഹൂലിയനിലേക്ക് എത്തിയേക്കും എന്നാണ് നിഗമനം. പിന്നെ മധ്യനിരയിലാണ് മറ്റൊരു പ്രശ്നം, ഒരു ചേഞ്ചിനുള്ള സാധ്യത. ലിയാൻഡ്രോ പെരേഡസ് കഴിഞ്ഞ കളിക്കാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹം വളരെ ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസാണ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ട് കേപ്പ് വെർദെക്കെതിരെ നടത്തിയത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വരാനുള്ള റിയൽ ചാൻസ് ഉണ്ട്. അപ്പം അദ്ദേഹം മാത്രമല്ല, നിക്കോളാസ് ഗോൺസാലസിനെയും പരിഗണിക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിലേക്ക്. അപ്പോൾ തിയാഗോ അൽമേഡയെ ഒഴിവാക്കാനാണ് സാധ്യത. സ്കോഡിൽ നിന്ന് അദ്ദേഹത്തെ ഏതാണ്ട് ഒഴിവാക്കും എന്ന് തന്നെ ഇപ്പോൾ ഗാസ്നഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വന്നാൽ ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ലിയാൻഡ്രോ പെരേഡസിനെ കളിപ്പിക്കുക. അങ്ങനെ ലിയാൻഡ്രോ പെരേഡസിനെ കളിപ്പിക്കുകയാണെങ്കിൽ അലക്സിസ് മാക്കലിസ്റ്റർ ഇപ്പോൾ ഡീപ്പ് ലൈൻ മിഡ്ഫീൽഡറായിട്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് അൺയൂഷ്വൽ പൊസിഷൻ ആയതുകൊണ്ട് അത്രത്തോളം ഒരു പെർഫോമൻസ് വരുന്നില്ല. അദ്ദേഹത്തെ മുന്നോട്ട് കയറ്റി കളിപ്പിക്കുകയും അപ്പം ആ ഭാഗത്ത് ലിയാൻഡ്രോ പെരേഡസിനെ താഴേക്ക് ഇറക്കി കളിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നിക്കോളാസ് ഗോൺസാലസ് വരും. നിക്കോളാസ് ഗോൺസാലസ് വന്നാൽ ഈ ഫോർമേഷനിൽ മാറ്റം വരില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ ഒരു മാറ്റത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തിയാഗോ അൽമേഡ പുറത്താകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഓരോ ലൈനിലും വേണ്ട വിധത്തിലുള്ള ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ കോച്ചിങ് സ്റ്റാഫ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കലോനിയാണ് കോച്ച് എന്നുള്ളതുകൊണ്ട് മോർ സർപ്രൈസസ് എപ്പോഴും പ്രതീക്ഷിക്കണം. ഖത്തറിൽ ഇത് നമ്മൾ കണ്ടതാണ് എന്നുകൂടി അവർ ഓർമ്മപ്പെടുന്നു. അപ്പോൾ വലിയ ചില അഴിച്ചുപണികളിലേക്ക് കോച്ച് പോകുന്നു. ടീമിനെ ഒന്നുകൂടി റീഇൻഫോഴ്സ് ചെയ്യിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ആ മാറ്റങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നു എന്നതാണ് സൂചന. അപ്പോൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ലൈക്ലി ലൈനപ്പ് അഗെയിൻസ്റ്റ് ഈജിപ്ത് ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ് തന്നെ, ഡിഫൻസിൽ നാഹുൽ മൊളീന. വലതുപാർശ്വത്തിൽ പ്രശ്നങ്ങളുണ്ട്. മൊളീനയാണെങ്കിലും മുണ്ടിയിലാണെങ്കിലും ഒരു മികവിലേക്ക് വരുന്നില്ല. പിന്നെ ഇനി അവിടെ എന്ത് ചേഞ്ച് വരുത്തുമെന്ന് ചോദിച്ചാൽ അവിടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റീപ്ലേസ്മെൻറ്റ് ഇല്ല. ഇസിക്കിയൽ പലാസിയോസിനെ കളിപ്പിച്ചിരുന്നു ഒരു കളിയിൽ, നിങ്ങൾ കണ്ടല്ലോ. ആ പോസ്റ്റിൽ മോശമല്ലാതെ അദ്ദേഹം കളിക്കുന്നത് കണ്ടു. ഈവൻ ഹുലിയാനോ സിമിയോണിയെയും വേണമെങ്കിൽ അവിടെ കളിപ്പിക്കാമെന്ന് മാത്രം. പക്ഷേ നാഹുൽ മൊളീന തന്നെ ഈജിപ്തിനെതിരെ തുടരുമെന്നാണ് TYC സ്പോർട്സ് പറയുന്നത്. ദെൻ ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. മദേരയിൽ റോഡ്രിഗോ ഡിബോളും അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും. പിന്നെ തിയാഗോ അൽമേഡയ്ക്ക് പകരം ലിയാൻഡ്രോ പെരേഡസോ അല്ലെങ്കിൽ നിക്കോളാസ് ഗോൺസാലസോ വരും. മുന്നേറ്റത്തിൽ ലയണൽ മെസ്സി ഉറപ്പാണ്. പിന്നെ ഹൂലിയനോ ലൗട്രോ എന്ന സംശയമുണ്ട്. ഹൂലിയനാണ് കൂടുതൽ സാധ്യത എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ അടിപൊളി മാറ്റങ്ങളുമായിട്ട്, ഓരോ പൊസിഷനിലും മാറ്റങ്ങളുമായിട്ട് ഇറങ്ങാനാണ് അർജന്റീന തയ്യാറെടുക്കുന്നത്. വരും ദിവസങ്ങളിലെ ട്രെയിനിങ്ങോടുകൂടി
കൂടുതൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.